പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ സ്വപ്നച്ചിറകിൽ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മലാല യൂസഫ്സായിയുടെ ഒരു പ്രസംഗ ഭാഗമാണ് പഠിക്കാനായി വെച്ചിട്ടുള്ളത്. പാകിസ്ഥാനിലെ സ്ത്രീകളും കുട്ടികളും അനുഭവിച്ചിരുന്ന അവകാശ നിഷേധങ്ങൾ പുറം ലോകത്തിനു മുന്നിലെത്തിച്ച ധീരയായ പെൺകുട്ടിയാണ് മലാല യൂസഫ്സായി. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി പോരാടിയവളാണ് മലാല യൂസഫ്സായി. 1997 ജൂലൈ 12 മലാല യൂസഫ്സായിയുടെ ജനനം. 2007 സ്വാത്തിൻ്റെ നിയന്ത്രണം താലിബാൻ ഏറ്റെടുത്തതോടെ ആ പ്രദേശത്ത് ടെലിവിഷൻ, സംഗീതം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് നിരോധനം കൊണ്ടുവന്നു. എന്നാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിച്ചതിനെതിരെ മലാല താലിബാനെതിരെ പ്രതിഷേധിക്കുകയുണ്ടായി. 2009 മലാലക്ക് 11 വയസ്സുള്ളപ്പോൾ BBC വേണ്ടി ബ്ലോഗ് എഴുതി തുടങ്ങി. അങ്ങനെ അത് ലോക ശ്രദ്ധ ഏറ്റെടുക്കുകയും ചെയ്തു. ഗുൽമക്കായ് എന്ന തൂലികാ നാമത്തിലായിരുന്നു എഴുത്ത്. ഈ എഴുത്ത് താലിബാനെ അസ്വസ്ഥമാക്കി. 2012 താലിബാൻ തീവ്രവാദികൾ മലാലക്ക് നേരെ വെടിയുതിർത്തു. സ്കൂൾ ബസ്സിൽ സഹപാഠികൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന മലാലക്ക് നേരെയാണ് താലിബാൻ തീവ്രവാദികൾ വെടിയുതിർത്തത്. ഗുരുതരമായ പരിക്ക് പറ്റിയ അവൾ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും എഴുതി തുടങ്ങി. 2014 സമാധാനത്തിന് വേണ്ടിയുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവാണ് മലാല. 2013 മുതൽ മലാലയുടെ ജന്മദിനമായ ജൂലൈ 12 ഐക്യരാഷ്ട്രസഭ മലാല ദിനമായി ആചരിക്കുന്നു. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. സ്വപ്നച്ചിറകിൽ. ആയുധങ്ങൾക്ക് തോൽപ്പിക്കാനാവാത്ത ആത്മബലം, ജീവിതത്തിൻ്റെ അക്ഷരത്തിളക്കം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ മലാല ദിനം എൻ്റെ ദിനമല്ല. ലോകത്ത് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ എല്ലാ സ്ത്രീകളുടെയും എല്ലാ കുട്ടികളുടെയും ദിവസമാണിന്ന്. ഇന്ന് മലാല ദിനമാണ്. ഈ മലാല ദിനം എൻ്റെ ദിനമല്ല. ലോകത്ത് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ എല്ലാ സ്ത്രീകളുടെയും എല്ലാ കുട്ടികളുടെയും ദിവസമാണ് ഇന്ന്. സമാധാനവും വിദ്യാഭ്യാസവും സമത്വവും നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്. നമുക്കെല്ലാവർക്കും വേണ്ട ഒന്നാണ് സമാധാനം, വിദ്യാഭ്യാസം, സമത്വം. ഇതൊരാൾക്ക് മാത്രമല്ല, നമ്മൾ എല്ലാവർക്കും കിട്ടേണ്ട ഒന്നാണ്. അത് നേടിയെടുക്കാൻ വേണ്ടി പോരാടുന്ന ഒരുപാട് പേരുണ്ട് ലോകമാകെ. ഞാൻ അവരിൽ ഒരാൾ മാത്രമാണ്. ലോകമാകെ ഇവയ്ക്ക് വേണ്ടി സമാധാനത്തിനും വിദ്യാഭ്യാസത്തിനും സമത്വത്തിനും വേണ്ടി പോരാടുന്നവരുണ്ട്. അവരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെപ്പോലെ ആക്രമിക്കപ്പെട്ട എന്നാൽ അതിനെതിരെ ശബ്ദിക്കാൻ കഴിയാത്ത ആയിരങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ശബ്ദിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എന്നെപ്പോലെ ആക്രമിക്കപ്പെട്ട അതിനെതിരെ ശബ്ദിക്കാൻ കഴിയാത്ത ആയിരങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. സമാധാനത്തോടെയും ആത്മാഭിമാനത്തോടെയുമുള്ള ജീവിതവും വിദ്യാഭ്യാസവും സമനീതിയും അവർക്കും അർഹതപ്പെട്ടതാണ്. ആ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. മലാല സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയായിരുന്നു? സമാധാനത്തോടെയും ആത്മാഭിമാനത്തോടെയുമുള്ള ജീവിതവും വിദ്യാഭ്യാസവും സമനീതിയും എല്ലാവർക്കും, ആർക്കെല്ലാം, ലോകത്ത് ആക്രമിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയാണ് മലാല യൂസഫ്സായി സംസാരിക്കുന്നത്. അത് ലോകത്ത് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയിട്ടുള്ള എല്ലാ സ്ത്രീകളുടെയും കുട്ടികളുടെയും ദിനമാണ് മലാല ദിനമെന്നവർ ആദ്യം പറയുന്നുണ്ട്. പ്രിയ കൂട്ടുകാരെ, 2012 ഒക്ടോബർ 9 താലിബാൻ സൈനികർ എൻ്റെ ശിരസിലേക്ക് വെടിയുതിർത്തു. എൻ്റെ കൂട്ടുകാരെയും അവർ വെടിവെച്ചു. വെടിയുണ്ടകൾ ഞങ്ങളെ നിശബ്ദരാക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവണം. എനിക്കും എൻ്റെ കൂട്ടുകാർക്ക് നേരെയും താലിബാൻ സൈനികർ അല്ലെങ്കിൽ തീവ്രവാദികൾ വെടിയുതിർക്കുകയുണ്ടായി. ഞങ്ങളുടെ ശബ്ദം ഇല്ലാതാക്കാമെന്ന് അവർ കരുതിയിരിക്കാം. പക്ഷേ അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. നിശബ്ദതയല്ല, 1000 ശബ്ദങ്ങളാണ് ആ ദിനത്തിൽ ഉയർന്നു വന്നത്.
നിശബ്ദതയല്ല, 1000 ശബ്ദങ്ങളാണ് ആ ദിനത്തിൽ ഉയർന്നു വന്നത്. വെടിയുണ്ടകളിലൂടെ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാമെന്ന്, സ്വപ്നങ്ങൾ തകർത്ത് കളയാമെന്നും അവർ കരുതി. അവർക്ക് തെറ്റുപറ്റി. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരേയൊരു മാറ്റം ഇതാണ്. ഭയത്തിനും നിരാശയ്ക്കും പകരം ആത്മവിശ്വാസവും ധൈര്യവും കരുത്തും എന്നിൽ തളിർത്തിരിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഭയത്തിനും നിരാശയ്ക്കും പകരം ആത്മവിശ്വാസവും ധൈര്യവും കരുത്തുമിതാ ഉണ്ടായിരിക്കുന്നു. ഞാൻ പഴയ അതേ മലാലയാണ്. എൻ്റെ സ്വപ്നങ്ങൾ മുമ്പത്തേത് തന്നെയാണ്. ഞാൻ പഴയ മലാല തന്നെയാണ്. എൻ്റെ സ്വപ്നങ്ങൾ പഴയത് തന്നെയാണ്. ലോകത്തെ നയിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ മുൻഗണനകൾ മാറ്റി നിർണ്ണയിക്കുക. സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിങ്ങളുടെ നയങ്ങൾ തിരുത്തുക. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളാകട്ടെ നിങ്ങളുടെ ആലോചനകളുടെ മുഖ്യ വിഷയം. ഒന്നുകൂടി പറയാം: നിങ്ങളുടെ മുൻഗണനകൾ മാറ്റി നിർണ്ണയിക്കുക. സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിങ്ങളുടെ നയങ്ങൾ തിരുത്തുക. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളായിരിക്കണം നിങ്ങളുടെ ആലോചനകളുടെ മുഖ്യ വിഷയം. അത് ഉൾപ്പെടുത്താത്ത ഒന്നും ഇനി സ്വീകാര്യമല്ല. എല്ലാ ലോകരാജ്യങ്ങളോടും ഞങ്ങൾ പറയട്ടെ: സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഓരോ കുഞ്ഞിനും ഉറപ്പുവരുത്തുക. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉറപ്പുവരുത്തുക. വേദനകളിലേക്കും മുറിവുകളിലേക്കും കുട്ടികളെ തള്ളിവിടുന്ന തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കുക. വേദനകളിലേക്കും മുറിവുകളിലേക്കും കുട്ടികളെ തള്ളിവിടുന്ന തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കണം. ദരിദ്ര വികസ്വര രാജ്യങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. ദരിദ്ര വികസ്വര രാജ്യങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. ഈ ആവശ്യങ്ങളാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ മലാല വെക്കുന്നത്. ലോകത്തിലെ എല്ലാ മതങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു: ജാതിയുടെയും വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗഭേദത്തിൻ്റെതുമായ എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കണം. ലോകത്തെ എല്ലാ മതങ്ങളോടും മലാല അഭ്യർത്ഥിക്കുകയാണ്: ജാതിയുടെയും വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗഭേദത്തിൻ്റെയും എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കുക. സ്ത്രീകൾക്കും തുല്യ അവസരവും നീതിയും ലഭിക്കണം. കൂട്ടുകാരെ, ഓരോ കുഞ്ഞിനും തിളക്കമുള്ള ജീവിതത്തിന് അവകാശമുണ്ട്. അതിന് സ്കൂളുകളും വിദ്യാഭ്യാസവും വേണം. ഓരോ കുഞ്ഞിനും തിളക്കമുള്ള ജീവിതത്തിന് അവകാശമുണ്ട്. അതിനായി സ്കൂളുകളും വിദ്യാഭ്യാസവും വേണം. അറിവും സമാധാനവും വേണം. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് ശബ്ദമുയർത്താം. ഓരോ കുഞ്ഞിനും തിളക്കമുള്ള ജീവിതത്തിന് അവകാശമുണ്ട്. അതിനായിട്ട് സ്കൂളുകളും വിദ്യാഭ്യാസവും വേണം. അറിവും സമാധാനവും വേണം. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാം എന്നാണ് മലാല യൂസഫ്സായി പറയുന്നത്. നമ്മുടെ വാക്കുകളുടെ ശക്തിയിൽ വിശ്വാസമർപ്പിക്കാം. ഒരുമിച്ചുള്ള നമ്മുടെ ശബ്ദം ലോകത്തെ മാറ്റിമറിക്കും. അറിവുകൊണ്ട് നമുക്ക് സ്വയം സജ്ജമാകാം. സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നാവാം. നമ്മളെ തടയാൻ ആർക്കുമാവില്ല. അറിവുകൊണ്ട് നമുക്ക് സ്വയം സജ്ജമാകാം. സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നാവാം. നമ്മളെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. പഠന പ്രവർത്തനങ്ങൾ. ഒന്നാമത്തെ ചോദ്യം: മലാല ലോകത്തോട് പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തെല്ലാമാണ്? സമാധാനവും വിദ്യാഭ്യാസവും സമത്വവും എല്ലാവരുടെയും അവകാശമാണ്. സമാധാനം, വിദ്യാഭ്യാസം, സമത്വം ഇത് എല്ലാവരുടെയും അവകാശമാണ്. വെടിയുണ്ടകൾ ഭയപ്പെടുത്തുന്നതിന് പകരം ആത്മവിശ്വാസവും കരുത്തുമാണ് മലാലക്ക് നൽകിയത്. വെടിയുണ്ടകൾ ഭയപ്പെടുത്തുകയല്ല, മറിച്ച് മലാലയിൽ ആത്മവിശ്വാസവും കരുത്തും പകരുകയാണ് ചെയ്തത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾക്കായിരിക്കണം ഭരണാധികാരികൾ മുൻഗണന നൽകേണ്ടത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നയങ്ങൾ തിരുത്തേണ്ടിയിരിക്കുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സമാധാനത്തിന് വേണ്ടി നയങ്ങൾ തിരുത്തണം. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലോകത്തെ എല്ലാ കുട്ടികൾക്കും ഉറപ്പുവരുത്തണം. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലോകത്തെ എല്ലാ കുട്ടികൾക്കും ഉറപ്പുവരുത്തണം. ദരിദ്ര വികസ്വര രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം.
ദരിദ്ര വികസ്വര രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണം. തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കണം. ജാതിയുടെയും വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗഭേദത്തിൻ്റെയുമായ എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കണം. ജാതിയുടെയും വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗഭേദത്തിൻ്റെതുമായ എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് തുല്യ അവസരവും നീതിയും ഉറപ്പുവരുത്തണം. എല്ലാ കുഞ്ഞുങ്ങൾക്കും തിളക്കമുള്ള ജീവിതത്തിന് അവകാശമുണ്ട്. അതിനായി സ്കൂളുകളും വിദ്യാഭ്യാസവും വേണം. അറിവും സമാധാനവും വേണം. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് ശബ്ദമുയർത്തണം. അറിവുകൊണ്ട് സ്വയം കരുത്ത് നേടണം. സ്നേഹത്തിലും ഐക്യത്തിലും നമുക്ക് ഒന്നാകാം. അവകാശത്തിന് വേണ്ടി ഒരുമിച്ച് ശബ്ദമുയർത്തണം. അറിവുകൊണ്ട് സ്വയം കരുത്തു നേടണം. സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നാകണം. രണ്ടാമത്തെ ചോദ്യം, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് വനിതാ ദിനത്തിൽ നടത്താനായി ഒരു ലഘു പ്രഭാഷണം തയ്യാറാക്കുക. പ്രിയപ്പെട്ട അധ്യാപകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സമൂഹത്തിൻ്റെ പുരോഗതിയെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്നതാണ്. ഒരു സ്ത്രീ പഠിക്കുമ്പോൾ അത് ഒരു വ്യക്തിയെ മാത്രം മാറ്റുന്നില്ല. ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും ഒരു രാജ്യത്തെയും മാറ്റുന്ന ശക്തിയാണത്. ഒരു സ്ത്രീ പഠിക്കുമ്പോൾ അത് ഒരു വ്യക്തിയെ മാത്രം മാറ്റുന്നില്ല. ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും ഒരു രാജ്യത്തെയും മാറ്റുന്ന ശക്തിയാണത്. വിദ്യാഭ്യാസം മനുഷ്യനെ മനസ്സിലാക്കാനും ചിന്തിക്കാനും മുന്നേറാനും സഹായിക്കുന്ന വെളിച്ചമാണ്. ആ വെളിച്ചം സ്ത്രീകളിൽ എത്തുമ്പോൾ അവർ ആത്മവിശ്വാസമുള്ളവരായി മാറുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നവരായി, സാമ്പത്തികമായി സ്വയം തൊഴിൽ കണ്ടെത്തുന്നവരായി മാറുന്നു. വിദ്യാഭ്യാസമുള്ള അമ്മയാണ് പഠിക്കുന്ന തലമുറയെ വളർത്തുന്നത്. വിദ്യാഭ്യാസമുള്ള അമ്മയാണ് ഒരു പഠിക്കുന്ന തലമുറയെ വളർത്തിയെടുക്കുന്നത്. അതിനാൽ സ്ത്രീകളുടെ പഠനം ഭാവി തലമുറയുടെ വളർച്ചയ്ക്ക് നേരിട്ട് ബന്ധമുള്ള ഒന്നാണ്. സ്ത്രീ വിദ്യാഭ്യാസം ആരോഗ്യം, ശുചിത്വം, കുടുംബക്ഷേമം എന്നിവ മെച്ചപ്പെടുത്തുന്നു. ബാലവിവാഹം, ലഹരി, അതിക്രമങ്ങൾ, അന്ധവിശ്വാസം തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിലും വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾക്ക് വലിയ പങ്കുവഹിക്കാനുണ്ട്. കൂടാതെ ജോലി സ്ഥലങ്ങളിലും ഭരണഘടനാ സംവിധാനങ്ങളിലും സ്ത്രീകൾക്ക് ഉയർന്ന സ്ഥാനം നേടാൻ വിദ്യാഭ്യാസം വഴിതെളിയിക്കുന്നു. സ്ത്രീയെ ശക്തിപ്പെടുത്തുന്ന ഏറ്റവും വലിയ ശക്തി പഠനമാണ്. സ്ത്രീയെ ശക്തിപ്പെടുത്തുന്ന ഏറ്റവും വലിയ ശക്തി പഠനമാണ്. അതുകൊണ്ട് ഒരു പെൺകുട്ടിയെ പഠിപ്പിക്കുന്നത് ഒരു കുടുംബത്തെ തന്നെ പഠിപ്പിക്കലാണ് എന്ന വാക്കുകൾ നാം എന്നും ഓർക്കണം. നന്ദി, നമസ്കാരം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമെല്ലാം പ്രതീക്ഷിക്കുന്നു.